ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഞാൻ വെച്ചിരിക്കുന്ന ഈ ഹെൽമറ്റ് ചേട്ടൻ്റെയാണ്. ചേട്ടൻ്റെ ഇരിക്കുന്നത് പഴയ ഹെൽമറ്റാണ് കേട്ടോ. നമ്മുടെ ഓല ഇലക്ട്രിക് വാങ്ങിച്ചപ്പോൾ നമുക്ക് 2 പുതിയ ഹെൽമറ്റ് കിട്ടിയായിരുന്നു. 2 ചേട്ടൻ കൊണ്ട് കളഞ്ഞു. അയ്യോ, നമ്മളങ്ങനെ വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയല്ലേ. അങ്ങനെ നമ്മൾ പരശുരാമ ക്ഷേത്രത്തിലേക്ക് എത്തി. പരശുരാമ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബലിക്ക് പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുവല്ലത്തുള്ള പരശുരാമ ക്ഷേത്രം. അതുമാത്രമല്ല, കന്യാദാവ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് പേര് കേട്ടൊരു ക്ഷേത്രമാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ആത്മശാന്തി കിട്ടിയതുപോലെയാണ്. ഇത് അവിടുത്തെ ഒരു കുളമാണ് കേട്ടോ. ഈ കുളത്തിനകത്ത് നിറച്ച ആമയുണ്ട്. നമ്മുടെ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് ഈ ആമയെ കാണാറുണ്ടായിരുന്നു. ഇപ്പം അത് മൊത്തവും പായൽ കെട്ടി മൂടിക്കിടക്കുകയാണ്. അങ്ങനെ ചേട്ടൻ ബലിയിടായിരുന്ന സമയത്തിന് ഞാനും അമ്പുടും കൂടെ ക്ഷേത്ര പരിസരത്തൊക്കെ പോയിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിനകത്തൊരു എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്യും. ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. എന്തായാലും അമ്പലത്തിൽ കയറുന്ന സമയത്ത് കിട്ടുന്നൊരു മനഃശാന്തി ഉണ്ടല്ലോ, അത് നമുക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടില്ല. എത്ര മോട്ടിവേഷൻ സ്പീക്ക് കേട്ടാൽ പോലും ഇത്രയും ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അമ്പലത്തിനകത്ത് കയറുമ്പോൾ കിട്ടുന്നതാണ്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ അമ്പുടുവിന് കളിക്കാനായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി കേട്ടോ. അവിടുത്തെ കൃഷ്ണ തുളസിയും പൂക്കളും ഒക്കെ പറിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ കൂടെ കളിക്കുന്നുണ്ടായിരുന്നു. ബലി കഴിയുന്ന സമയത്ത് അവിടെ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ എയ്റോപ്ലെയിൻ ആണെങ്കിൽ അടുത്തുകൂടെ പോകുന്നതായിട്ട് തോന്നും കേട്ടോ. നല്ല വലുതായിട്ട് കാണാം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുന്ന നേരം അവിടുത്തെ അന്നദാനം ഒന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ പോയ സമയം കുറച്ച് വൈകിയതായതുകൊണ്ട് അന്നദാനം തീരാറായിട്ടുണ്ടായിരുന്നു. കറികളൊക്കെ കഴിഞ്ഞായിരുന്നു. അച്ചാറും തൈര് മാത്രമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങോട്ട് കഴിക്കാനും പറ്റിയില്ല. എല്ലാ തവണയും അവിടെ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ വാങ്ങിച്ചപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല കേട്ടോ. കുറച്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങ് ചേട്ടന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നൊരു ലോട്ടറി എടുത്തു കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ അമ്പുടുവിന് ബേക്കറി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. കേക്കും അങ്ങനെ എന്തൊക്കെയോ. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ഓടിക്കാമെന്ന് കരുതി. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഐസ്ക്രീമും വാങ്ങിച്ചാണ് നമ്മൾ വീട്ടിൽ പോയത് കേട്ടോ. വീട്ടിൽ ചെന്ന ഉടനെ എനിക്കും അമ്പുടുവിനും നല്ല വിശപ്പായിരുന്നു. നമ്മൾ ഒത്തിരി ദൂരം സഞ്ചരിച്ചല്ലേ വീട്ടിൽ എത്തുന്നത്. അങ്ങനെ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്പുടുവിനെ കരുതി വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ കഴിച്ചത് ഫുള്ള് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം. അമ്പുടു നല്ല എരി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ചേട്ടൻ കഴിക്കാത്തതുകൊണ്ട് ബാക്കി ഫുള്ളും ഞാൻ തന്നെയാണ് ഫിനിഷ് ചെയ്തത്. ഞാൻ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അമ്പുടുവിനും ലെഗ് പീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവനും അതൊക്കെ നന്നായിട്ട് കഴിച്ചു. എൻ്റെ അമ്മ അവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്തൊക്കെ വന്നപ്പോൾ ഒന്ന് ഫ്രഷായി കൈയും കാലുമൊക്കെ കഴുകി ഫുഡ് കഴിച്ചപ്പോൾ എന്തൊരു ആശ്വാസം. അത് കഴിഞ്ഞ് ഉറങ്ങി കഴിച്ചിട്ട് നമ്മൾ പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പപ്സും കട്ടനും കൂടെ കഴിച്ചു. പിന്നെ ഇതാണ് നമ്മൾ ആ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച കേക്ക് കേട്ടോ. അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. ആ നട്ട്സൊക്കെ ഒന്നും ഇല്ലാതായതുപോലെ എനിക്ക് തോന്നി. ബാക്കി കേക്ക് നമ്മൾ പ്ലം കേക്കിനെ പോലെ തോന്നും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ കുടിച്ചത്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ചേട്ടാ.